ഹായ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബുക്ക് റിവ്യൂ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു, ഒരു ചെറിയ വീഡിയോ. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഠിക്കാൻ, പഴയ നിയമം പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നല്ല ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തി. ഒരുപാട് പേര് എന്നോട് ഈ ബുക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചു. എനിക്ക് ഈ ബുക്ക് ലഭിച്ചത് ആമസോണിൽ നിന്നാണ്. ഇന്ത്യയിൽ ആമസോണിൽ അത് ലഭ്യമല്ലായിരുന്നു. എന്നാൽ amazon.com അതിൽ നിന്നാണ് എനിക്ക് amazon.com നിന്നാണ് ഈ ബുക്ക് എനിക്ക് ലഭിച്ചത്. ഏകദേശം 1300 രൂപയോളം ഈ ബുക്കിന് കോസ്റ്റാകും. അമേരിക്കയിൽ നിന്ന് ആണ് നേരിട്ട് amazon.com വഴി ഈ ബുക്ക് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ ആ ബുക്ക് amazon.com ലഭ്യമല്ല. ഞാനത് പരിശോധിച്ചു. എന്നാൽ amazon.in ഈ ബുക്ക് അവൈലബിൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അൺഅവൈലബിൾ ആണ്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 300 രൂപയ്ക്കകത്ത് നിങ്ങൾക്കിതിൻ്റെ സോഫ്റ്റ് കോപ്പി, അതിൻ്റെ വേർഷൻ അല്ലെങ്കിൽ കിൻഡിൽ വേർഷൻ നിങ്ങൾക്ക് ആമസോണിൽ തന്നെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. കിൻഡിൽ എന്ന് പറയുന്ന ആപ്പ്, നമ്മൾ ബുക്സൊക്കെ വായിക്കുന്ന ആപ്പാണ്. അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ഒരു 300 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആമസോണിൽ തന്നെ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാം. ഇതാണ് ഈ ബുക്ക്, നിങ്ങൾക്ക് കാണാം. ഓതർ ഫിലിപ്പ് വെസ്റ്റ് എന്ന് പറയുന്ന ഓതറാണ്. ഈ ബുക്കിനെക്കുറിച്ച് ഞാൻ ഒരല്പം ഒരു ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ബുക്കിൻ്റെ പേര് ദ ഓൾഡ് വൺസ് ഇൻ ദി ഓൾഡ് ബുക്ക്, പാഗൻ റൂട്ട്സ് ഓഫ് ദി ഹീബ്രു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ആ ടൈറ്റിലിൽ തന്നെ ആ ഒരു ഹെഡിങ്ങിൽ നമുക്ക് മനസ്സിലാവും, പാഗൻ റൂട്ട്സ് ഓഫ് ദി ഹീബ്രു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. അതായത് പഴയ നിയമത്തിൻ്റെ അവിടെ ഹീബ്രു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, പാഗൻ റൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ജനവിഭാഗം ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റാണ്. ആ കോണ്ടെക്സ്റ്റിലാണ് ഇസ്രായേൽ ജനം വളരുന്നത്. ഇസ്രായേൽ ജനത്തെ നൊമാഡിക് പീപ്പിൾ എന്നാണ് പറയുക. ഇങ്ങനെ അലഞ്ഞിരിഞ്ഞടക്കുന്ന ആളുകളുണ്ടല്ലോ, നമുക്ക് ഇന്ത്യയിലും അങ്ങനെ ആളുകളെ കാണാൻ സാധിക്കും. നൊമാഡ്സ്. അവർക്കൊരു പ്രത്യേക സ്ഥലമൊന്നുമില്ല. അവരിങ്ങനെ സഞ്ചാരികളായി ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ, നമുക്കറിയാം, സമാഗമന കൂടാരം മാറ്റി മാറ്റി അവർ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ഓതർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രിഫേസിൽ തന്നെ അത് പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഐ ഹാവ് റിട്ടൺ ദിസ് ബുക്ക് primarily for two sorts of reader, both of whom love the adventure of thinking about religion. അഡ്വഞ്ചറസായി ക്രിട്ടിക്കലി ക്രിട്ടിക്കൽ തിങ്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അബൌട്ട് റിലീജിയൻ. കാരണം ജുഡായിസം അല്ലെങ്കിൽ ജൂയിഷ് റിലീജിയൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളിലെ ഏറ്റവും ബൃഹത്തായ ആചാരാനുഷ്ഠാനങ്ങളുള്ള ഒരു പൗരോഹിത്യ മതമാണ്. അപ്പം അതുകൊണ്ട് ആ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് നൈദർ ഓഫ് ഹും ഈസ് ആൻ അക്കാഡമിക് സ്പെഷ്യലിസ്റ്റ്. അക്കാഡമിക് ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഇൻട്രൊഡക്ഷനാണ്. ഇതൊരു ഇൻട്രൊഡക്ടറി സ്റ്റഡി മാത്രമാണ്. ഒരു ചെറിയ ബുക്കാണ്. വളരെ കുറച്ച് പേജസ് മാത്രമേ ഈ ബുക്കിലുള്ളൂ. ഏകദേശം 128 പേജസ്
ബിബ്ലിയോഗ്രാഫി ഉൾപ്പെടെ. അതിൻ്റെ ബിബ്ലിയോഗ്രാഫി ഉണ്ട്, അതുപോലെ തന്നെ എൻഡ് നോട്ടും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫർദർ റീഡിങ്സ് നടത്താനും പഠിക്കാനും ഒക്കെ ഈ ബിബ്ലിയോഗ്രാഫി വെച്ചിട്ട് സാധിക്കും. പല ബുക്കുകളും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് ഫ്രീ PDF ബുക്സ് കിട്ടുന്ന സൈറ്റുകളുണ്ട്, ക്രിസ്ത്യൻ തിയോളജിക്കൽ ബുക്സ് കിട്ടുന്ന സൈറ്റുകളാണ്. അപ്പം ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനൊരു നല്ല ഉത്തരമായിരിക്കും. ഇത് വേറെ ഏതെങ്കിലും ബുക്ക് സ്റ്റാളുകളിൽ നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്നൊന്ന് വായിക്കാം. What is the Old Testament? The significance of the Old Testament. The official plot of the Old Testament. The reality underneath. Then a note on translations, footnotes and paganism. നമുക്കറിയാം, ഈ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റ്, ഇസ്രായേലൈറ്റ് റിലീജിയസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരുപാട് മറ്റ് അന്നത്തെ കാലത്തുള്ള മതങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ജന്മം എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന എഴുത്തുകൾ, സംഭവങ്ങൾ. അപ്പോൾ ആ ലാൻഡ്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ റിലീജിയസ് റിച്വൽസ്, ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സെറമണീസ്, അവരുടെ സ്പിരിച്വാലിറ്റി, അവരുടെ ദേവസങ്കല്പങ്ങൾ, ഇതുമായിട്ടെല്ലാം ഇടകലർന്നാണ് ഇസ്രായേൽ ജനം വളരുന്നത്. അതാണ് സത്യം. എന്നാൽ നമ്മൾ വായിക്കുമ്പം പലപ്പോഴും അങ്ങനെ അല്ല. എൻ്റെ സ്വന്തം ജനമാണെന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, വേർപെട്ട ഒരു ജനം, എനിക്ക് വേണ്ടി വേർതിരിച്ച ജനമെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ദൈവികമായ പ്രവർത്തനങ്ങളെല്ലാം ഈ പറയപ്പെട്ട മതങ്ങളുമായി, ഈ മെസപ്പൊട്ടോമിയ മതവുമായിട്ടും ബാബിലോണിയ മതവുമായിട്ടും കനാനൈറ്റ് റിലീജിയനുമായിട്ടെല്ലാം ഇടകലർന്നാണ് പോകുന്നത്. നമ്മുടെ പ്രശ്നം, ഈ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രസംഗം തയ്യാറാക്കാനും അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പിരിച്വാലിറ്റി ഉണ്ടോ എന്ന് നോക്കാനും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്പിരിച്വാലിറ്റിയെ എടുത്തുകൊണ്ട് അത് ഇന്നത്തെ ലോകത്തിൽ അപ്ലൈ ചെയ്യാനും ഇന്നത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാം എന്നൊരു പെർസ്പെക്റ്റീവിൽ ബൈബിൾ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റീഡ് ചെയ്യുന്ന ആളുകൾ, അവരെത്ര തിയോളജിക്കലി ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ, അവരുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ അവരതിൻ്റെ അകത്ത് കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്കം, ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു വ്യാഖ്യാനം, ഒരു അർത്ഥം ആയിരിക്കും അവരിലൂടെ പുറത്തേക്ക് വരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു റിലീജിയൻ പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടെ, ജുഡായിസം എന്ന് പറയുന്ന ജൂയിഷ് റിലീജിയൻ അല്ലെങ്കിൽ ഇസ്രായേലൈറ്റ് റിലീജിയൻ അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ റിലീജിയനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ബുക്സ് കൊണ്ട് പ്രയോജനമുണ്ടാകും. അല്ലാതെ ഇതിൻ്റെ അകത്ത് എന്ത് ആത്മീയതയുണ്ട്, ഇതിൻ്റെ അകത്തുനിന്ന് നാളെ ഒരു പ്രസംഗം തയ്യാറാക്കാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ദൈവിക ദൂത് തയ്യാറാക്കാം എന്നൊന്നും വിചാരിച്ച് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ സമീപിക്കുന്നവർക്ക് അവരൊന്നും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് അല്ല. നാളെ എങ്ങനെ ഒരു പ്രസംഗം നല്ലതായിട്ട് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക, എന്നിട്ട് ആളുകളിൽ നിന്ന് ഒരു നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവർ എവിടെ പഠിച്ചാണേലും അവരുടെ ലക്ഷ്യം വേറെ ആയിരിക്കും. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും നല്ല ദൈവശാസ്ത്ര വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇസ്രാംപൂർ യൂണിവേഴ്സിറ്റി. ഇനി അവിടെ പഠിച്ചതാണെങ്കിൽ പോലും നമ്മളുടെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് ഞാൻ ബൈബിൾ റീഡ് ചെയ്യുന്നത്? അപ്പം ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ഇടയ്ക്ക് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒന്നാമത്തേത്. രണ്ടാമത്തെ പോർഷൻ, രണ്ടാമത്തെ ചാപ്റ്റർ, ദ റിലീജിയൻ ഓഫ് ദി പാട്രിയാർക്സ്. അതിൻ്റെ അകത്ത് വരുന്നത് ദി ഒഫീഷ്യൽ വേർഷൻ, ഏബ്രഹാം ദ ഫസ്റ്റ് വേർഷിപ്പർ ഓഫ് യാഹ്വേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അർത്ഥത്തിൽ എനിക്കതിനോടൊരു
വിയോജിപ്പുണ്ട്. അപ്പം ഈ ബുക്കെന്ന് പറയുന്നത് എല്ലാം ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കറക്റ്റ് ഇൻഫർമേഷൻ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാനിത് സജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്നോ കറക്റ്റാണെന്നോ ഇതിൻ്റെ അകത്ത് പറയുന്ന എല്ലാം ശരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഏബ്രഹാം യാഹ്വെയാണ് വർഷിപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഏബ്രഹാം വർഷിപ്പ് ചെയ്തത് യാഹ്വെയാണോ? ഏബ്രഹാമിനൊരിക്കലും യഹോവ വെളിപ്പെട്ടിരുന്നില്ല. അവിടെ നമ്മൾ ഈ JEDP എന്നൊക്കെ പറയുന്ന ഈ സോഴ്സൊക്കെ ഉണ്ടല്ലോ, യാഹ്വിസ്റ്റിക് സോഴ്സ്, അതുപോലെ എലോഹിസ്റ്റിക് സോഴ്സ്, ഡ്യൂട്രോണമിസ്റ്റിക് സോഴ്സ്, പ്രീസ്ലി സോഴ്സ്. എബ്രഹാം ഒരിക്കലും യാഹ്വെ അല്ല വർഷിപ്പ് ചെയ്തത്, ഏലിനെയാണ് ആരാധിച്ചത്, എൽ ഷദായ്. അതുകൊണ്ടാണ് യാക്കോബ് ബഥേൽ അവിടെ വെച്ച് എങ്ങനെയാണ് അവിടെ വർഷിപ്പ് നടന്നത്? യഹോവയ്ക്ക് യാഗം അർപ്പിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മൃഗങ്ങളെ, ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ യാഗം അർപ്പിച്ച് അതിൻ്റെ രക്തം ഓൾട്ടറിൽ ഒഴിക്കണമായിരുന്നു. ഇപ്പോൾ യഹോവ 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 എന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ, ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു വെസ്റ്റേൺ ഓതറാണ്. അപ്പോൾ എല്ലാം ശരിയാകണമെന്നൊന്നും നിർബന്ധമില്ല. ദെൻ ഹൂ വെയർ ദ പാട്രിയാർക്സ്? അടുത്ത പറയുന്നത് ഗോഡ്സ് ഓഫ് ദി പാട്രിയാർക്സ്. അത് നല്ലൊരു ഹെഡിങ്, ഗോഡ്സ് ഓഫ് ദി പാട്രിയാർക്സ്. G സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാട്രിയാർക്സിന് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നു തന്നെയാണ് ആ ഭാഗത്ത് പറയുന്നത്. അത് സത്യമായ കാര്യം തന്നെയാണ്. പാട്രിയാർക്സ് ആരാധിച്ചിരുന്നത് ചിലർ പറയും പല പേരുകളാണ്. ഇപ്പം എൽ ഷദായി അല്ലെങ്കിൽ യാഹ്വേ, പിന്നെ എലോഹീം, അങ്ങനെയൊന്നും അല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഹിസ്റ്ററി, ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാം ആത്മീയമായിട്ടൊരു ഇവാഞ്ചലിക്കൽ പെർസ്പെക്റ്റീവിൽ, പ്രൊട്ടസ്റ്റൻ്റ് തിയോളജിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ, ഒരു റിഫോംഡ് തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ബൈബിൾ റീഡ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ശ്രമിക്കുന്നത് എല്ലാത്തിനെയും സ്പിരിച്വലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. ഓക്കെ. ദെൻ ഏലിനെ കുറിച്ച് പറയുന്നു. അതൊരു നല്ല ഏരിയയാണ്. കാരണം ഏലിനെ കുറിച്ച് പഠിക്കുക. ബഥേൽ, ഇസ്രയേൽ, എൽ റോഹി അല്ലെങ്കിൽ എൽ ഷദായ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ വിവിധ പേരാണെന്നൊക്കെ പറഞ്ഞ്, ദൈവത്തിൻ്റെ വിവിധ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണെന്നൊക്കെ പറഞ്ഞ് കണ്ടോ, അതൊരു ആത്മീയവൽക്കരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ വായിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ബുക്ക് എന്ന് പറയുന്നത് ഇതൊരു പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായി റിസർച്ച് ചെയ്യാനുള്ള ടോപ്പിക്സ് നിങ്ങളുടെ ചിന്താഗതികളെ കുറച്ച് മാറ്റും. പിന്നെ പറയുന്നത് ദി കനാനൈറ്റ് ഹൈ ഗോഡ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ദ മോസ്റ്റ് ഹൈ ഗോഡ്. അതായത് മൽക്കിസേദക്ക് ആരുടെ പുരോഹിതനായിരുന്നു? ഗോഡ് ഓഫ് ദ മോസ്റ്റ് ഹൈ, ഗോഡ് ഓഫ് ദ മോസ്റ്റ്, അത്യുന്നതനായ ദൈവം. അപ്പം അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നത് എല്ലാം ഒരു ദൈവം തന്നെയാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മൊത്തം കാണുന്ന യഹോവയാണ്, അല്ലെ കർത്താവാണ്, എൽ ഷദായി ആണ്, അല്ലെങ്കിൽ എലോഹിമാണ്. അങ്ങനെയൊക്കെ എല്ലാത്തിനെയും ഒന്നായി കാണുന്നവർക്ക് ഇതൊന്നും ചിലപ്പോൾ മനസ്സിലാകാൻ സാധ്യതയില്ല. കനാനൈറ്റ് ഹൈ ഗോഡ്. ദെൻ ദ ഗോഡ് ഓഫ് ദ ഫാദേഴ്സ്. കണ്ടോ, ഗോഡ് ഓഫ് ദ ഫാദേഴ്സ്. ഈ പിതാക്കന്മാർക്ക് പല ദൈവങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് കാണാം. യാഹ്വേയും ഇങ്ങനെയുള്ള ദൈവങ്ങളും ഒക്കെ തമ്മിൽ വലിയ അഷേരയുടെ എല്ലാ പ്രതിഷ്ഠകളെയും യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഇടിച്ചു കളയാനായിട്ട് പറയുന്നുണ്ട്. ഈ അഷേര ഒരു വലിയ ഒരു ക്യാരക്ടറാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ. അപ്പം അഷേരയെ നെഗറ്റീവായി കാണുന്ന ആൾക്കാരുണ്ട്. അഷേരയെ ഒരിക്കലും നെഗറ്റീവായിട്ട് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല, അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ, ഈ മെഡിറ്ററേനിയൻ ഈ കൾച്ചർ, അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കൾച്ചറും അതിൻ്റെ റിലീജിയനും അവരുടെ വിശ്വാസങ്ങളും പാട്രിയാർക്സിൻ്റെ വിശ്വാസവും ഒക്കെ നമ്മൾ ഒരു ക്രിട്ടിക്കലി പഠിച്ചാൽ, ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും മുൻവിധിയോടെ ബൈബിളിനെ കാണത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത്, നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിച്ചത്, നമ്മുടെ പേരൻസ് പഠിപ്പിച്ചത്, നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചത്, സെമിനാരിയിലെ പ്രൊഫസേഴ്സ് പഠിപ്പിച്ചത്, അങ്ങനെയുള്ളതെല്ലാം തലേന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ബൈബിളിനെ സമീപിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ വിശ്വാസം, ചില ആൾക്കാർ അതാണ് മെയിനായിട്ട്, പ്രത്യേകിച്ച്
ഇപ്പം ഒരു പ്രീസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സഭയുടെ വിശ്വാസത്തിൻ്റെ ആ ഫ്രെയിം വർക്കിൻ്റെ പുറത്തു പോയാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം ആ സഭയ്ക്ക് പുറത്തു പോകുക എന്നുള്ള, എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും, അദ്ദേഹത്തിന് ബഹുമാനം നഷ്ടപ്പെടും, ആളുകൾ ക്രിറ്റിസിസം ചെയ്യും. അപ്പം ഈ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ഒരു പാസ്റ്റർ ആയിക്കോട്ടെ, ഇവാഞ്ചലിക്കൽ പാസ്റ്റർ ആയിക്കോട്ടെ, ഒരു പ്രീസ്റ്റ് ആയിക്കോട്ടെ, ഒരു ബിഷപ്പ് ആയിക്കോട്ടെ, ഒരു പ്രീച്ചർ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടെ ഒരു ഫ്രെയിം വർക്കിൻ്റെ അകത്ത് നിന്ന് അവർക്ക് യാതൊരു ദോഷം വരാത്ത രീതിയിലാണ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത്. അതായത് സത്യസന്ധമായി ഇൻ്റർപ്രിട്ടേഷൻ നടത്തിയാൽ ഒരു പക്ഷേ ആ സഭയിൽ നിന്ന് എതിർപ്പുകളുണ്ടാകും, ആ സഭയിൽ നിന്ന് ആ സഭയുടെ മേലധ്യക്ഷന്മാരിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദ ഗോഡ് ഓഫ് ദ ഫാദേഴ്സ്, ദെൻ ദ ഗോഡ് ഓഫ് ദ ലോക്കൽ ഷ്രൈൻസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ദേവന്മാരുണ്ടായിരുന്നു. ഈ സങ്കീർത്തനങ്ങളിൽ ഒരു വാക്യമുണ്ട്, വളരെ രസകരമായ ഒരു വാക്യം. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരെ ന്യായം വിധിക്കുന്നു. അപ്പം ദൈവം ഒരു കൗൺസിൽ ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസിൻ്റെ ഒരു സുപ്രീം ഹെഡായിട്ട് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുമായിട്ടല്ല നിങ്ങൾ ചേർത്ത് ചിന്തിക്കുക. പിന്നെ ഒരു കൺക്ലൂഷനുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ സ്റ്റോറീസ് ഓഫ് എൻകൗണ്ടേഴ്സ് വിത്ത് ദ ഡിവൈൻ, 3 ഡിവൈൻ ഫിഗേഴ്സ് ബൈ ദി ഓക്സ് ഓഫ് മംറേ. ഈ മംറയുടെ തോപ്പിൽ എന്താണ് നടന്നത്? ഇതെല്ലാം നമ്മൾ സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷനാണ് നമുക്ക് വേണ്ടിയത്. അതാണ് നമ്മുടെ പ്രശ്നം. പിന്നെ ജേക്കബ്സ് ലാഡർ, എന്തുവാണ് ഈ യാക്കോബ് കയറി എന്നൊക്കെ അല്ലെങ്കിൽ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഏണി എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാം നമ്മൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഈ നൽകാൻ ആഗ്രഹിക്കുന്നവർക്കൊരിക്കലും ഇങ്ങനെ ഒരു സ്റ്റഡിയിലേക്ക് പോകാൻ പറ്റത്തില്ല. റെസ്ലിംഗ് വിത്ത് എ ഗോഡ് കണ്ടോ, ദൈവമായിട്ട് റെസ്ലിംഗ് ചെയ്യുക. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ ആണ് ദൈവമായിട്ട് ഒരു മല്ലയുദ്ധം ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ഏൻഷ്യൻ്റ് ബിലീഫ്സ്, അവരുടെ സ്റ്റോറീസ്, മിത്തിക്കൽ സ്റ്റോറീസ്, എലമെൻറ്റ്സ്, എപ്പിക്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് കലർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 3-ാമത്തെ ചാപ്റ്റർ യാഹ്വേ, മൗണ്ട് സിനായ് ആൻഡ് മോസസ്. അതിൻ്റെ അകത്ത് വരുന്നത് ദി ഒഫീഷ്യൽ വേർഷൻ, യാഹ്വേ ആസ് ദ ഓൺലി ട്രൂ ഗോഡ്, യാഹ്വേ മിദ്യാൻ ആൻഡ് സിനായ്, യാഹ്വേസ് ഹോം, ദ സോങ് ഓഫ് ഡെബോറ, എലൈജ അറ്റ് ഹോറേബ്, യാഹ്വേ എ ഡിസ്റ്റിങ്റ്റീവ് ഗോഡ്. ഇതിൻ്റെ അകത്തുണ്ടോ യാഹ്വേ എ ഡിസ്റ്റിങ്റ്റീവ് ഗോഡ് എന്നൊക്കെ ഉള്ളത് ജി. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ജി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി. ഈ ബുക്കിൽ അത് സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഫിലിപ്പ് വെസ്റ്റ് എന്ന് പറഞ്ഞ ഓത്തർ, അദ്ദേഹം ആരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടി എഴുതിയൊരു ബുക്കല്ല. അദ്ദേഹം ക്രിസ്ത്യാനികളെ പ്ലീസ് ചെയ്യാനോ ഏതെങ്കിലും ചർച്ചിനെ പ്ലീസ് ചെയ്യാനോ ഒന്നും എഴുതിയ ബുക്കല്ല. അതുകൊണ്ടാണ് ജി സ്മോൾ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ, നമ്മളായിരുന്നെങ്കിൽ ജി ക്യാപിറ്റൽ ലെറ്റർ എഴുതിയത്. കാരണം യാഹ്വേ മാത്രമാണ് ദൈവം. അത് ഒരു ക്രിസ്ത്യാനികളും പറയും, യഹൂദന്മാരും പറയും, എല്ലാം പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ അങ്ങനെയാണ് അതിനെ കാണുന്നത്. പിന്നെ മാജിക് ഇൻ ദ മോസസ് ട്രഡീഷൻസ്, അത്ഭുത പ്രവർത്തികൾ. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് മാജിക് എന്നാണ് പറയുന്നത്. മാജിക് ഇൻ ദ മോസസ് ട്രഡീഷൻ, അതായത് മോശയുടെ ഈ കയ്യിലിരിക്കുന്ന വടിയൊക്കെ പാമ്പാകുന്ന ഉണ്ടല്ലോ. നമ്മളും ചിന്തിച്ച് നോക്കി, ഒരാളൊരു മാജിക് കാണിക്കുമ്പം അല്ലെങ്കിൽ തിരിച്ച് വേറൊരു മാജിക് കാണിക്കുക. അപ്പോൾ ഇതിനെല്ലാം ഗ്ലോറിഫൈ ചെയ്ത് ആളുകളുടെ തലയ്ക്കകത്ത് വേറെ എന്തോ ഒരു സ്പിരിച്വാലിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ ബ്യൂട്ടി എന്താണ്, ന്യൂ കവനൻ്റ് പുതിയ ഉടമ്പടിയുടെ ബ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. മോസസ് റോഡ്, ബാറ്റിൽ വിത്ത് ദി അമലേക്കൈറ്റ്സ്, ദ ബ്രോൺസ് സെർപ്പൻറ്റ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോൺസ് സെർപ്പൻറ്റ് നമുക്കറിയാം, പിച്ചള സർപ്പം. യാതൊന്നിൻ്റെ രൂപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം തന്നെ വേറൊരിടത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അല്ലേ. പിച്ചള സർപ്പത്തെ നോക്കിയവരെല്ലാം അവർ ജീവൻ പ്രാപിച്ചു. യേശു അത് കോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദി സർക്കംസിഷൻ ഓഫ് മോസസ് സൺ, ദി എസ്കേപ്പ് ഫ്രം ഈജിപ്റ്റ്, ദി പാസ് ഓവർ നൈറ്റ്, ഡെലിവറൻസ് അറ്റ് ദ റെഡ് സീ. ശരിക്കും റെഡ് സീ അല്ല, റീഡ് സീ ആണ്, നമുക്കറിയാം. ദെൻ ദി കവനൻ്റ് അറ്റ് സിനായ്, ദ 10 കമാൻഡ്മെൻറ്റ്സ്, ദ ഗോൾഡൻ കാഫ്. അതൊരു നല്ല ഏറിയാണ് ഗോൾഡൻ കാഫ്. നമുക്കറിയാം, അന്നത്തെ കാലത്തൊന്നും ഈ ചിത്രലിപികളാണ്. എബ്രായ ഭാഷയുടെ ആദ്യത്തെ ലെറ്റർ എഴുതിയിരുന്ന ചിത്രലിപിയിലാണ്.
ഒരു വലിയ കാളക്കുട്ടി, അന്നത്തെ കാലത്ത് ഏറ്റവും തടിച്ച അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒരു മൃഗമായിരുന്നു അവരുടെ ഇടയിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ. അപ്പം ആ ആദ്യത്തെ അക്ഷരം തന്നെ ആ ചിത്രലിപിയിൽ ആ ഒരു കാളക്കുട്ടിയുടെ രൂപത്തിലാണ്. നമുക്ക് ഈ പ്രാചീന എബ്രായ ഭാഷ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ചാപ്റ്റർ 4, ദ ഹെഡിങ് ഈസ് റിലീജിയൻ ഇൻ കാനാൻ ബിഫോർ കിങ് ഡേവിഡ്. അപ്പം ദാവീദിന് മുന്നേ ഉണ്ടായിരുന്ന ഇസ്രയേലിയ മതം, അവരുടെ വിശ്വാസം, ആചാരങ്ങളാണ്. ഓക്കെ, അണ്ടർ ദിസ് ടോപ്പിക് ദി ഓഥർ ഈസ് ഡിസ്കസിങ് the official version, the revealed religion of Sinai, what actually happened, the evidence from Ugarit, a text, അന്നത്തെ ഉണ്ടായി ഏൻഷ്യൻ്റ് വിശ്വാസങ്ങൾ, എപ്പിക്സും ബിലീഫ് സിസ്റ്റവും ഒക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏൻഷ്യൻ്റ് ഒരു ടെക്സ്റ്റാണ് ഉഗാറിറ്റ്. ദെൻ ദി കനാനൈറ്റ് ഗോഡ്സ്, ദി പോയറ്റിക് മിത്ത്സ്, ഒരുപാട് മിത്തോളജി നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്. ദെൻ ദി കനാനൈറ്റ് കൾട്ട്, ഇസ്രായേലൈറ്റ് ആൻഡ് കനാനൈറ്റ് റിലീജിയൻ. അനദർ ടോപ്പിക് ഈസ് ഏൽ, ഹു ഈസ് ഏൽ. ദെൻ ബാൽ, ദ കൾട്ട്, ഡിവിനേഷൻ, ഹ്യൂമൻ സാക്രിഫൈസ്, ദി ആർക്ക്. ഈ സബ്ജക്റ്റാണ് ഈ ഒരു ചാപ്റ്റർ 4, ആ ഒരു ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചാപ്റ്റർ 5 ഈസ് ഡിസ്കസിങ്, എക്സ്പ്ലെയിനിങ് ജെറുസലേം, കിങ് ആൻഡ് ടെമ്പിൾ. അതിൻ്റെ അകത്ത് ഒരുപാട് പ്രീസ്റ്റ്ഹുഡ്, അതുപോലെ മാരേജ്, റിലീജിയൻ ആൻഡ് പോളിറ്റിക്സ്, സോളമൻസ് ടെമ്പിൾ, ഡേവിഡ് ആൻഡ് സോളമൻ. ശരിക്കും ഈ സോളമൻ്റെ ദൈവാലയത്തിൻ്റെ അകത്ത് അഷേരായുടെ അല്ലെങ്കിൽ പ്രതിഷ്ഠ, അല്ലെങ്കിൽ അത് കൊത്തുപണികൾ കാണാം. അപ്പോൾ ഈ ശലോമോൻ യഥാർത്ഥത്തിൽ അഷേരയെ ഒരുപാട് എക്സോൾട്ട് ചെയ്തിരുന്നു, പ്രൈസ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഉള്ളതാണ്. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ അതിനെ വായിക്കേണ്ട രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചാപ്റ്റർ 6, ഡിവൈഡഡ് കിങ്ഡംസ് ആൻഡ് ഹീബ്രു ഗോഡസസ്. അണ്ടർ ദിസ് topic, author is discussing the official version, Israel destroyed by unfaithfulness to Yahweh, the historical reality, Israel and Judah, the prophets, Elijah, normal worship, അങ്ങനെ വരുന്നു. പിന്നെ the feminine face of the divine, എൽ ഷദായ് എന്നൊക്കെ പറയുന്ന ഒരു ഫെമിനിൻ ഫേസ്, ഒരു മാതൃത്വം ഉള്ള ദൈവം, അല്ലേ? അങ്ങനെ ഒരു ദൈവത്തെ കാണാൻ പറ്റും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ. അത് എന്തുകൊണ്ടാണ്? കാരണം ആ കൾച്ചറിൽ ഒരു ഫെമിനിൻ ഫേസ് ഓഫ് ഡിവൈൻ, ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗോഡസസ് എന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ദേവി സങ്കല്പമൊക്കെ ഈ കനാനൈറ്റ് റിലീജിയനിലൊക്കെ വളരെ, അല്ലേ, ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി, ഗോഡസ് ഓഫ് വിസ്ഡം. ഓക്കെ, ദെൻ അഷേര, അനാത്ത്, ഇത് അങ്ങനെയുള്ള അഷേര ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കാരണം ഈ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ്, ആർക്കിയോളജിക്കൽ സർവേയും അതിൻ്റെ പുതിയ ഇൻവെൻഷൻസും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഇസ്രായേൽ ജനം ഈ അഷേരയും യഹോവയും ഒരുമിച്ച് ആരാധിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ശാസ്ത്രീയ തെളിവുകൾ ആർക്കിയോളജിക്കൽ ഇൻവെൻഷൻസിൽ കാണാൻ പറ്റും. ആൻഡ് ചാപ്റ്റർ 7, ബൈ ദ വാട്ടേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്നൊരു ഹെഡിങ് ആണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ദ ഗ്രേറ്റ് ഫ്ലഡ് പറയുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ദി എപ്പിക് ഓഫ് ഗിൽഗമേഷ്. ഈ ഗിൽഗമേഷ് എന്ന് പറയുന്നത്, എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ്, ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഒരു ട്രഡീഷനാണ്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന എപ്പിക്സ് എല്ലാം കൂടെ സ്റ്റോറീസും അല്ല. അപ്പം അതിലൊക്കെ തന്നെ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ഒരുപാട് കാര്യങ്ങൾ പ്രാചീന ലോകത്ത് നടന്നു കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഏൻഷ്യൻ്റ് വേൾഡിൽ നടന്ന ഒരുപാട്, അതായത് ഈ പറയുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ സംഭവങ്ങൾ നടക്കുന്നതിന് ഒരുപാട് കാലഘട്ടങ്ങൾ മുൻപേ ഏൻഷ്യൻ്റ് എപ്പിക്സിൽ, ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇതൊക്കെ ഏൻഷ്യൻ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആഡം ആൻഡ് എയ്ഡൻ, ബാബിലോണിയൻ എലമെൻറ്റ്സ് ഇൻ ദ അക്കൗണ്ട്, അല്ലേ? ബാബിലോണിയൻ തൽമൂദി എന്നൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഈസ് എക്സ്പ്ലെയിനിങ്
പോളിതീസം ആൻഡ് മോണോതീസം. നമുക്കറിയാം പോളിതീസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന ദേവീദേവ സങ്കല്പങ്ങളാണ്. മോണോതീസം എന്ന് പറയുന്നത് ഏകദൈവ സങ്കല്പമാണ്. So here author is explaining many things under this main heading: the advantages of polytheism, emotional satisfaction, grounding in nature, scope for creative action, realism about humanity, then re-evaluating the pagan roots. അത് നല്ലൊരു ഏരിയ ആണ്. റീഇവാലുവേറ്റ് ചെയ്യുന്നു പാഗൻ റൂട്ട്സിനെ. ശേഷം ഇതിൻ്റെ ഒരു ഫർദർ റീഡിങ്ങിന് ഒരുപാട് ബുക്ക് കൊടുത്തിട്ടുണ്ട്, എൻഡ് നോട്ടുണ്ട്, അതുപോലെ ബിബ്ലിയോഗ്രാഫി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഒരു നല്ല അക്കാഡമിക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വായിക്കാം, അക്കാഡമിക് ഇൻട്രസ്റ്റ്. സോ ദിസ് ഈസ് ദ ബുക്ക് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ അക്കാഡമിക് area, academic. So it is not for the evangelical readers. I am not suggesting this book for those who are thinking conservatively or evangelical thinking ഉള്ളവർക്ക് ഞാൻ ഈ ബുക്ക് എന്ത് ചെയ്യുന്നില്ല, ശുപാർശ ചെയ്യുന്നില്ല. കാരണം അവരിത് വായിച്ചിട്ട് ഒരുപക്ഷെ അവരുടെ സംശയങ്ങളെല്ലാം വീണ്ടും വീണ്ടും കൂടി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് പറ്റാതെ വരികയും അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്യും. സോ ഈ ഒരു നല്ല ബുക്കാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഒരുപാട് പേര് കമൻ്റ് ഇട്ടു, ഈ മെസ്സേജ് ചെയ്തു ഈ ബുക്കിനെ കുറിച്ച് ഒന്നറിയാൻ. എന്തായാലും നല്ലൊരു ബുക്കാണ്. പക്ഷേ ഈ ബുക്കിൻ്റെ കിൻഡിൽ വേർഷൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുതന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. കാരണം ഈ കിൻഡിൽ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് 293 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. എൻ്റെ കൂടെ ചിലപ്പോൾ വേറെ ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ടും ആഡ് ആകും. എന്തായാലും 300 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് amazon.in നിന്ന് ഈ ബുക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓഥർ നല്ലൊരു അക്കാഡമിക് ഇൻട്രസ്റ്റോടാണ് എഴുതിയിരിക്കുന്നത്. ഹി സ്റ്റഡീഡ് തിയോളജി അറ്റ് ലണ്ടൻ ആൻഡ് Cambridge Universities and formerly head of religious studies at Westminster Under School. ഇത് ഞാനൊരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതല്ല, അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് ഓഥറുമായിട്ട് യാതൊരു പരിചയവുമില്ല, ബന്ധവുമില്ല. എന്നാൽ ഒരു ബേസിക് ബുക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. കാരണം നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തിയോളജി പഠിക്കുന്ന കുറേ ഓതേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി പ്രൊട്ടസ്റ്റൻ്റ് തിയോളജിക്കൽ സെമിനാരികളിൽ ഒരു 2-3 ഓതേഴ്സ് പ്രധാനമായിട്ടുമുണ്ട്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. അപ്പം അവരുടെ ബുക്കുകളാണ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടെ ഒരു ക്രിട്ടിക്കലി സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബുക്ക് നല്ലതാണ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്രകാരം ഇട്ടത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇത് വാങ്ങി പഠിക്കാം. പഠിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്താഗതികളെ മാറ്റാനായിരിക്കണം. നമ്മളൊരു സത്യം അറിഞ്ഞാൽ ആ സത്യത്തിനെ പിൻപറ്റാൻ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മെ സഹായിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തും. ഏത് സത്യത്തിലേക്കാണ്? പുതിയ ഉടമ്പടിയുടെ അല്ലെങ്കിൽ ദി ട്രൂ ക്രിസ്ത്യാനിറ്റി, ഓഥൻറ്റിക് ക്രിസ്ത്യാനിറ്റി, ഓർത്തോഡോക്സി. എന്താണ് ഓർത്തോഡോക്സി എന്ന് പറഞ്ഞാൽ? ആളുകൾ ചിന്തിക്കും ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് അല്ലെ പള്ളിയെക്കുറിച്ച്. അതല്ല, ഓർത്തോഡോക്സോ. ഓർത്തോ എന്ന് പറഞ്ഞാൽ ശരിയായത്, ചൊവ്വുള്ളത്, നേരെയുള്ളത്, വളഞ്ഞതല്ല, റൈറ്റ്. ഡോക്സി, ഡോക്സ എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതി, പ്രൈസ്. ഡോക്സോളജി അത് ഗ്രീക്കിലാണ്. ഡോക്സോളജി എന്ന് പറഞ്ഞാൽ സ്തുതി, മീൻസ് ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന വാചകങ്ങൾ, പാട്ടുകൾ, ഹിംസൊക്കെയാണ്. സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം, അത് സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം ഓർത്തോഡോക്സോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഒരു ചിന്താഗതിയാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മളതിനെ അർത്ഥമാക്കുന്നത്? ജനറലായിട്ട് പഴയ ചിന്താഗതി അല്ലെ, മാമൂലുകളെ പിന്തുടരുന്നവർ എന്നൊക്കെയുള്ള അർത്ഥത്തില്ല. ഏർലി ക്രിസ്ത്യാനിറ്റി, ദ ട്രൂ ക്രിസ്ത്യാനിറ്റി, അതിലേക്ക് ആണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അതിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഈ